ഇന്ന് കേരളം മുഴുവൻ കാത്തിരുന്ന ജിഷ വധക്കേസിൽ പ്രതി അമിറുൽ ഇസ്ലാമിന് ഹൈക്കോടതി വധശിക്ഷ ശരിവച്ചിരിക്കുകയാണ്. ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ജിഷ എന്ന പെൺകുട്ടിയെ മരണത്തിലേക്ക് നയിച്ചത് കഴുത്ത് ഞെരിച്ചതും പ്രധാന അവയവങ്ങളിലേറ്റ മുറിവുമാണ്. പെൺകുട്ടിയുടെ പുറത്ത് നിരവധിയിടങ്ങളിൽ കടിയേറ്റ പാടുകളും 38 മുറിവുകളുമാണ് ഉണ്ടായിരുന്നത്. 13 സെന്റിമീറ്റർ ആഴത്തിൽ 3 മുറിവുകൾ പ്രധാനമായും ഉണ്ടായിരുന്നു. ഈ കടിയേറ്റ പാടുകൾ ഈ കേസിൽ എത്രമാത്രം പ്രധാനമായിട്ടുണ്ട് എന്നും ഇത്തരത്തിലുള്ള ബൈറ്റ് മാർക്സ് എങ്ങനെയാണ് കേസ് തെളിയിക്കാൻ ഉപകാരപ്പെടുന്നത് എന്നെല്ലാമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ സാറ, ഡെൻ്റൽ സർജനാണ്. ഈ ബൈറ്റ് മാർക്ക് അനാലിസിസിൽ പ്രധാനമായും ക്രൈം സീനിൽ നിന്ന് ലഭിച്ച കടിച്ച പാടുകൾ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ആളുടെ ഇംപ്രഷൻ എടുത്ത് നോക്കി അത് തമ്മിലുള്ള സാമ്യം അളക്കുന്നതാണ്. സാധാരണ കടിച്ച പാടുകൾ വൃത്താകൃതിയിലോ ഓവൽ ഷേപ്പിലോ പല്ലിൻ്റെ നിരയുടെയും പാടുകൾ പോലെയാണ് കാണപ്പെടുന്നത്. മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന ബൈറ്റ് മാർക്ക് യു ഷേപ്പിൽ 2 പല്ലിൻ്റെ നിരകൾ ഓപ്പോസിറ്റായി മധ്യഭാഗത്ത് ഒരു തുറന്ന സ്പേസിലും ഉണ്ടാകും. ഇങ്ങനെ ഒരു ബോഡിയിൽ കാണപ്പെടുമ്പോൾ അതിൻ്റെ ആകൃതി, നിറം, വലിപ്പം, സ്ഥാനം, ഏത് തരത്തിലുള്ള ഇഞ്ചുറി എന്നെല്ലാം രേഖപ്പെടുത്തുകയും ഹൈ ക്വാളിറ്റി ഫോട്ടോ എല്ലാം എടുക്കുന്നു. ഫിംഗർ പ്രിൻറ്റുകൾ പോലെ തന്നെ ബൈറ്റ് മാർക്കും ഓരോ വ്യക്തിക്കും യുണീക്കായിരിക്കും. മാത്രവുമല്ല, എത്രയും പെട്ടെന്ന് ഇവ അനലൈസ് ചെയ്തില്ല എങ്കിൽ ഈ മാർക്കുകൾ വേഗം തന്നെ ഉണങ്ങിപ്പോകാനും ഇത് കേസ് തെളിയിക്കുന്നതിന് ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഇനി പ്രധാനമായും 5 സ്റ്റെപ്പായിട്ടാണ് ബൈറ്റ് മാർക്ക് അനലൈസ് ചെയ്യുന്നത്. ആദ്യം തന്നെ എല്ലാ വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ ഡോക്യുമെൻ്റ് ചെയ്തതിന് ശേഷം ഏത് ഭാഗത്താണ് കടിയേറ്റത് എന്നും, അതായത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ്, അത് ഫ്ലാറ്റ്, കേർവ്ഡ് അല്ലെങ്കിൽ ഇറഗുലർ ആണോ, അവിടുത്തെ കോശങ്ങളുടെ പ്രത്യേകത, അതിന് താഴെയുള്ള എല്ലുകൾ, മസിലുകൾ, ഫാറ്റ് പോലെയുള്ള സ്ട്രക്ചേഴ്സ്, സ്കിന്ന്, ഇവയെല്ലാം രേഖപ്പെടുത്തുന്നു. അതുകഴിഞ്ഞാൽ അവിടെ നിന്നും ഉമിനീരിൻ്റെ അംശമുണ്ടോ എന്നറിയാൻ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് കളക്ട് ചെയ്യും. അതിനുശേഷം കടിച്ച ഭാഗത്തിൻ്റെ ഇംപ്രഷൻ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് എടുത്ത് സൂക്ഷിക്കും. അപ്പോൾ അതിൽ കടിച്ച വ്യക്തിയുടെ പല്ലിൻ്റെ അളവ്, പല്ലുകളുടെ പൊസിഷൻ, ഏതെങ്കിലും പല്ലുകൾ മിസ്സിംഗ് ആണോ, പല്ലുകളുടെ ആംഗുലേഷൻ, അതായത് എത്രമാത്രം ചെരിഞ്ഞതാണ് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതാണ്. അങ്ങനെ വിക്ടിമിൻ്റെയും സംശയിക്കപ്പെടുന്ന ആളിൻ്റെയും സാമ്പിളുകൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രതിയെ കണ്ടുപിടിക്കാൻ വേഗത്തിൽ സഹായകമാകും. ഇവിടെ ജിഷയുടെ കേസ് തെളിയിക്കുന്നതിൽ ഇത്തരത്തിലുള്ള തെളിവുകൾ വളരെയേറെ സഹായകമായിട്ടുണ്ട്.